വെൽക്കം ടു ദ ബയോളജി ബ്രീഫ് ചാനൽ. SSLC ബയോളജിയിലെ ആദ്യ ചാപ്റ്ററായ ദ ജെനറ്റിക്സ് ഓഫ് ലൈഫ് അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ് നമ്മൾ നോക്കുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ് ആൻഡ് നോൺ മെൻഡീലിയൻ ഇൻഹെറിറ്റൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പഠിച്ചു നിർത്തിയത് മോണോഹൈബ്രിഡ് ക്രോസിനെ പറ്റിയാണ്. വാട്ട് ഈസ് എ മോണോഹൈബ്രിഡ് ക്രോസ്? ഇറ്റ് ഈസ് എ ക്രോസ് conducted for studying the segregation of one character at a time. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇവിടുത്തെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ആണ്. ഇനി ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്ന ക്യാരക്ടറിന് രണ്ട് ട്രേറ്റുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. ടു ട്രേറ്റ്സ്. ഡോമിനന്റ് ട്രേറ്റ് ടോൾനെസ് ആണ്, റിസസീവ് ട്രേറ്റ് ഡ്വാർഫ്നെസ് ആണ്. ഇനി നമ്മളിവിടെ പാരൻസ് ആയിട്ട് ആദ്യത്തെ പാരൻസ് ആയിട്ട് ഒരു പ്യുവർ ടോൾ പ്ലാന്റിനെയും ഒരു ഡ്വാർഫ് പ്ലാന്റിനെയും തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ F1 ജനറേഷനിൽ നമുക്ക് എല്ലാം ടോൾ കിട്ടി. അപ്പോൾ നിങ്ങൾ ക്രോസ് എഴുതി പഠിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മോൾ ടി. ഇവിടെ രണ്ട് അലീലുകളിൽ ഒരെണ്ണം സെഗ്രിഗേറ്റഡ് ഗാമറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഗാമറ്റിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി, ഈ ഗാമറ്റ് സ്മോൾ ടി. ഇവ ഇത് രണ്ടും ഫ്യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഒരു F1 ടോൾ. അവിടെ F1 ടോൾ ആകാൻ കാരണം ക്യാപിറ്റൽ ടി ഈസ് ഡോമിനൻ്റ് ഓവർ സ്മോൾ ടി. ഇനി അടുത്ത ഇത് F1 ജനറേഷൻ. ഇനി അടുത്ത F2 ജനറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ F1 പ്ലാന്റുകളെ തമ്മിൽ സെൽഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ F1 ടോൾ ഇൻറ്റു F1 ടോൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ ഇവിടെ രണ്ട് തരം ജീനോടൈപ്പുള്ള ഗ്യാമറ്റുകൾ കിട്ടുന്നു. പകുതി ഗ്യാമറ്റുകളിലേക്ക് ക്യാപിറ്റൽ ടി പോകുമ്പോൾ ബാക്കി പകുതി ഗ്യാമറ്റുകളിലേക്ക് സ്മോൾ ടി പോകും. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇവിടെയും. ഇനി ഇവയുടെ കോമ്പിനേഷൻ കാണിക്കാനായിട്ട് നമുക്കൊരു ടേബിളിൻ്റെ രൂപത്തിൽ ആ കോമ്പിനേഷനെ കൊണ്ടുവരാൻ പറ്റും. ആ ടേബിളിനെ വിളിക്കുന്ന പേരാണ് ചെക്കർ ബോർഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ മുകൾ ഭാഗത്ത് ഗ്യാമറ്റുകളുടെ ജീനോടൈപ്പ് എഴുതുന്നു. ഇവിടെയും ഗ്യാമറ്റുകൾ. ഒരു സ്ഥലത്ത് നമ്മൾ മെയിൽ ഗ്യാമറ്റുകൾ ജീനോടൈപ്പ് എഴുതുന്നു, ഒരു സ്ഥലത്ത് ഫീമെയിലിൻ്റെ ജീനോടൈപ്പ് എഴുതുന്നു. അപ്പോൾ ജീനോടൈപ്പ് ഗ്യാമറ്റിൻ്റെ ജീനോടൈപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റൗണ്ട് ചെയ്യുന്നത്. ഇനി ഈ ബോക്സിൽ നമ്മൾ എഴുതുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും ആ ബോക്സിൽ എഴുതുക. അപ്പോൾ ഇവിടുത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആയിരിക്കും. അതിൻ്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ടോൾ പ്ലാന്റ് ആയിരിക്കും. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ക്യാപിറ്റൽ ടി, ഈ സ്മോൾ ടി അവിടെ റൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല, അത് ഇൻഡിവിജ്വലിൻ്റെ ജീനോടൈപ്പാണ്. അപ്പോൾ ഇവിടെ ഇതും ടോളായിരിക്കും. ഇനി ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇതും ടോളായിരിക്കും ഡ്യൂ ടു കംപ്ലീറ്റ് ഡോമിനൻസ്. ഇവിടെ നോക്കൂ, ഈ രണ്ട് സ്ഥലത്തും സ്മോൾ ടി ആണ്. അപ്പോൾ ഇവിടെ സ്മോൾ ടി, ഇത് ഡ്വാർഫ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ റേഷ്യോയുടെ കണക്ക് പറയുകയാണെങ്കിൽ ഇവിടുത്തെ റേഷ്യോ 3:1, 3 ടോൾ 1 ഡ്വാർഫ് എന്ന് പറയാം. ഇനി നമ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോക്കൂ, മൊത്തത്തിൽ എല്ലാ പ്രോജനിയും കൂടെ ചേർത്ത് 100 ഉണ്ടെന്ന് വിചാരിക്കുക. എങ്കിൽ ഇത് 25, ഇത് 25, ഇത് 25, ഇത് 25. അപ്പോൾ 75/100 ടോൾ ആയിരിക്കും, 25/100 ഡ്വാർഫ് ആയിരിക്കും. ഇതാണ് മെൻ്റൽ കണ്ടെത്തിയ കൺക്ലൂഷൻസ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് വീഡിയോ പോസ് ചെയ്തുകൊണ്ടോ അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് ക്രോസ് എഴുതി പരിശീലിക്കുക. ഇനി ഇതേപോലെ നമ്മൾ മറ്റൊരു മോണോഹൈബ്രിഡ് ക്രോസ് കൂടെ നോക്കുകയാണ്. വേറൊരു മോണോഹൈബ്രിഡ് ക്രോസ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് പുതിയൊരു ക്യാരക്ടറാണ്, ഷേപ്പ് ഓഫ് സീഡ്. ഗവൺമെൻറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്ത 7 കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റുകളുള്ള ക്യാരക്ടേഴ്സിൽ ഒരെണ്ണമാണ് ഷേപ്പ് ഓഫ് സീഡ്. സീഡിൻ്റെ ഷേപ്പ്. സീഡിന് 2 ഷേപ്പുകളുണ്ട്. ഒന്ന് റൗണ്ട്, സർഫസ് ഇങ്ങനെ സ്മൂത്ത് ആയിരിക്കുന്ന റൗണ്ട് സീഡ് കാണാം. അല്ലെങ്കിൽ സർഫസ് ഇങ്ങനെ ചുളുങ്ങി റിഡ്ജസ് ഫറോസ് ഒക്കെ ആയിട്ടിരിക്കുന്ന റിങ്കിൾഡ് ചുളുങ്ങിയ സീഡിൻ്റെ സർഫസും കാണാം. അപ്പോൾ 2 തരം ട്രൈറ്റുകളാണ് റൗണ്ടും റിങ്കിൾഡും. നോക്കൂ, ഇവിടെ പാരൻസ് 1 എന്ന് പറയുന്നത് റൗണ്ട് സീഡഡ് പ്ലാന്റും റിങ്കിൾഡ് സീഡ് പ്ലാന്റും നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ റൗണ്ട് സീഡഡ് ക്യാപിറ്റൽ ആർ, റിങ്കിൾഡ് സീഡഡ് സ്മോൾ ആർ. ഇനി ഇവിടെ നിന്നുണ്ടാകുന്ന ഗ്യാമേറ്റുകൾ ക്യാപിറ്റൽ ആർ ഉള്ള ജീനോടൈപ്പ് ആയിരിക്കും, ഇവിടെ നിന്നുണ്ടാകുന്ന സ്മോൾ ആർ ഉള്ളതായിരിക്കും. ഇപ്പോൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. നമുക്ക് ഡോമിനന്റ് ട്രൈറ്റ് ആൻഡ് റൗണ്ട് സീഡ്സ്, അതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ ആർ അല്ലിയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി സ്മോൾ ആർ റിസസീവ് ട്രൈറ്റ് ആണ്, റിങ്കിൾഡിന് സ്മോൾ ആർ ആണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും വന്നപ്പോഴത്തേക്ക് അവയെല്ലാം റൗണ്ട് സീഡഡ് പ്ലാന്റ്സ് ആയി മാറി. ഇനി F2 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? F1 റൗണ്ട് സീഡഡിനെ നമ്മൾ സെൽഫിങ് നടത്തും.
അപ്പോൾ F1 റൗണ്ടിൻ്റെ F1 റൗണ്ട് ജീനോടൈപ്പ് നമുക്കറിയാം ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇവിടെയും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോളിൽ നിന്നും സെഗ്രിഗേഷൻ വഴി ആറും ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ജീനോടൈപ്പ് ആയിട്ടുള്ള ഗ്യാമീറ്റുകൾ ഉണ്ടാകുന്നു. ഇവിടെ രണ്ട് തരം ഗ്യാമീറ്റുകൾ ഉണ്ടാകുന്നു, ക്യാപിറ്റൽ ആർ ജീനോടൈപ്പ് ഉള്ളതും സ്മോൾ ആർ ജീനോടൈപ്പ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് നമ്മൾ ഇവിടെ ഒരു ചെക്കർ ബോർഡിൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പം ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ സെഗ്രിഗേഷൻ ക്രോസിംഗ് വഴിയുള്ള സെഗ്രിഗേഷൻ അറിയാൻ പറ്റും. നോക്കൂ, ഇവിടെ ക്യാപിറ്റൽ ആർ നമ്മൾ ഇവിടെ കൊടുക്കും ക്യാപിറ്റൽ ആർ എന്തായിരിക്കും? റൗണ്ട് സീഡഡ് പ്ലാന്റ്സ് ആയിരിക്കും, റൗണ്ട് സീഡഡ്. ഇവിടെയോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇതും റൗണ്ട് ആയിരിക്കും. ഇനി ഇവിടെയും ക്യാപിറ്റൽ ആർ, ഈ ക്യാപിറ്റൽ ആർ നമ്മൾ ഇവിടെ കൊടുക്കുന്നു, സ്മോൾ ആർ ഇവിടെ കൊടുക്കും, ഇതും റൗണ്ട് ആയിരിക്കും. അപ്പൊ 3 പോർഷൻ നമുക്ക് റൗണ്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ പോർഷൻ നോക്കൂ, സ്മോൾ ആർ ആണ്, അത് സ്വാഭാവികമായിരിക്കും റിങ്കിൾഡ് സീഡഡ് പ്ലാന്റുകളായിരിക്കും. അപ്പൊ ഇവിടെയും നമുക്ക് 3 റൗണ്ട് ഈസ് ടു 1 റിങ്കിൾഡ് എന്നുള്ള റേഷ്യോ നമുക്ക് ഇവിടെയും കിട്ടും. അപ്പൊ മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ 3:1 തന്നെ 2 മോണോഹൈബ്രിഡ് കേസിലും കിട്ടുന്നു. ഇനി ഈ 2 ക്യാരക്ടറും കൂടെ ചേർത്തുകൊണ്ട് ഒരു ക്രോസിൽ കൊണ്ടുവന്ന് അവ രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു എന്നുള്ള പഠനം അടുത്ത സ്റ്റെപ്പായിട്ട് ഗ്രിഗർ മെൻഡൽ നടത്തുകയുണ്ടായി. അതിനെ പറയുന്ന പേരാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഇറ്റ് ഈസ് എ ക്രോസ് കണ്ടക്റ്റഡ് for studying the segregation of or the distribution of 2 characters at a time. ഒരേ സമയം 2 ക്യാരക്ടറുകൾ എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അറിയാനായിട്ട് 2 ക്യാരക്ടേഴ്സ് എടുത്തുകൊണ്ട് നടത്തിയ ക്രോസിനാണ് അദ്ദേഹം ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഗ്രിഗർ മെൻഡൽ ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് കണ്ടക്ടഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ഓൺ പീ പ്ലാന്റ് കൺസിഡറിംഗ് 2 ക്യാരക്ടേഴ്സ് അറ്റ് എ ടൈം. അതിന് പറയുന്ന പേരാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. By this, he observed the inheritance of 2 pairs of contrasting traits of the same plant. രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളുടെ 2 പെയർ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളുടെ ഇൻഹെറിറ്റൻസ് ആണ് ഇതുവഴി പഠിക്കാൻ ശ്രമിച്ചത്. അത് നമ്മൾ പറയുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ് എന്നാണ്. നോക്കൂ, ഉദാഹരണത്തിന് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത് 2 ക്യാരക്ടർ, ഒരു ക്യാരക്ടർ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് 2 ട്രേറ്റുകളാണ് ടോളും. ഇനി ഷേപ്പ് ഓഫ് ദ സീഡിന്റെ ഷേപ്പ്, അതിന് 2 ട്രേറ്റുകളാണ് റൗണ്ട് സീഡുകളും റിങ്കിൾഡ് സീഡുകളും. അപ്പോൾ ഈ 2 ക്യാരക്ടേഴ്സിനെയും ഒരുമിച്ച് നമ്മൾ പീ പ്ലാന്റിൽ കൊണ്ടുവന്നുകൊണ്ട് നടത്തുന്ന ക്രോസാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഡൈഹൈബ്രിഡ് ക്രോസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് നോക്കാം. നോക്കൂ, ഈ ഡൈഹൈബ്രിഡ് ഇവിടെ പാരൻസ് 1 പാരന്റൽ പ്ലാന്റ്സ്, ആദ്യത്തെ പാരന്റൽ പ്ലാന്റ്സ് 1 എന്ന് പറയുന്നത് ഇത് നോക്കൂ, ടോൾ പ്ലാന്റ് ആണ് വിത്ത് റൗണ്ട് സീഡ്സ്. ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്സ്, ടോൾ ആൻഡ് റൗണ്ട് സീഡഡ് പ്ലാന്റ്സ്. ഇത് നോക്കൂ, ഡ്വാർഫാണ്, പൊക്കം കുറഞ്ഞ ചെടികളാണ്. ഈ സീഡ് നോക്കൂ, ചുളുങ്ങിയിരിക്കുക സീഡാണ്. അപ്പം ഇവിടെ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്സ് ആണ്. ഇനി നമുക്കറിയാം പീ പ്ലാന്റിലാണ് ഈ എക്സ്പെരിമെന്റ് നടത്തിയത് എങ്കിൽ ടോൾ ക്യാരക്ടറിനും റൗണ്ട് ക്യാരക്ടറിനും ഇവ പ്യുവർ ആയിരിക്കും, കാരണം നാച്ചുറലി സെൽഫ് പോളിനേറ്റിംഗ് ആയതുകൊണ്ട് പ്യുവർ ആയിരിക്കും. അപ്പൊ പ്യുവർ ടോൾ റൗണ്ട് സീഡഡ് പ്ലാന്റുകളെ ഡ്വാർഫ് റിങ്കിൾഡ് സീഡ് പ്ലാന്റുമായിട്ട് നമ്മളിവിടെ ഹൈബ്രിഡൈസേഷൻ നടത്തുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ട്രൈറ്റ്, ടോൾ എന്ന് പറയുന്ന ഒരു ട്രൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് കാണാം. അതുപോലെ റൗണ്ട് സീഡ് എന്ന് പറഞ്ഞ ട്രൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് കാണും. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസ് നമ്മൾ എടുക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന് 4 അലീലുകൾ കാണാം. ഈ 2 അലീൽ വെച്ച് ഓരോ ട്രൈറ്റിനും. അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ആർ ആയിരിക്കും ഈ ഒരു പാരന്റ് പ്ലാന്റ് ജീനോടൈപ്പ്. അതുപോലെ ഡ്വാർഫ് ആൻഡ് റിങ്കിൾഡിൻ്റെത് സ്മോൾ ടി സ്മോൾ ആർ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ഇതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കാം, ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ ക്യാപിറ്റൽ ആർ ഈ പ്യുവർ പ്ലാന്റിന്റെ ജീനോടൈപ്പ് ആണെങ്കിൽ സ്മോൾ ടി സ്മോൾ ആർ അതായിരിക്കും ഇതിന്റെ ജീനോടൈപ്പ്. ഇനി നോക്കൂ, ഇനി അടുത്തത് ഈ 2 ക്യാപിറ്റൽ ടികളിൽ നിന്നും ഓരോ ക്യാപിറ്റൽ ടിയും സെഗ്രിഗേറ്റ് ചെയ്താണ് ഓരോ ഗ്യാമേറ്റിലേക്ക് പോകുന്നത്. അതുപോലെ 2 ആറിൽ നിന്നും ഓരോ ക്യാപിറ്റൽ ആർ സെഗ്രിഗേറ്റ് ചെയ്ത് അടുത്ത ഗ്യാമേറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ഡൈഹൈബ്രിഡ് ക്രോസ് വരുമ്പോഴത്തേക്ക് ഒരു ഗ്യാമറ്റിൽ തന്നെ 2 അലീലുകൾ കാണാം. അത് 2 ഡിഫറെന്റ് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് മോണോഹൈബ്രിഡിലുള്ള ഇൻഡിവിജ്വലിന്റെ ജീനോടൈപ്പുമായിട്ട് കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ ഇവിടെ നമ്മൾ അതിനെ വീണ്ടും റൗണ്ട് ചെയ്യുന്നു. അപ്പോൾ എപ്പോൾ ഗ്യാമേറ്റിന്റെ ജീനോടൈപ്പ് കിട്ടിയാൽ നമ്മൾ അതിനെ റൗണ്ട് ചെയ്യുന്നു. ഇവിടെ അതുപോലെ തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ആർ
ക്യാപിറ്റൽ ടി സ്മോൾ ആർ. അപ്പോൾ നമ്മൾ ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് അത് ഒരു തവണ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അതാണ് ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഇനി അവ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടിയ ജീനോടൈപ്പ് നോക്കൂ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പോൾ ക്യാപിറ്റൽ ടി വന്നുള്ളതുകൊണ്ട് അത് ടോൾ ആയിരിക്കും, ക്യാപിറ്റൽ ആർ വന്നതുകൊണ്ട് അത് റൗണ്ട് ആയിരിക്കും. കാരണം ടോൾനെസ്സും റൗണ്ട് സീഡും ഡോമിനൻ്റ് ട്രൈറ്റുകളാണ്. ഈ പീ പ്ലാന്റ് നടത്തിയ എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് തീർച്ചയായും F1 പ്ലാന്റ് എന്ന് പറയുന്നത് ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്സ് ആയിരിക്കും. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് F2 കിട്ടാനായിട്ട് ഈ F1 പ്ലാന്റിന് നമുക്ക് ടോൾ ആൻഡ് റൗണ്ട് സീഡ് പ്ലാന്റ് നമ്മൾ സെൽഫിങ്ങിന് വിധേയമാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇത് നമ്മൾ സെൽഫ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് F2 ജനറേഷൻ. അത് നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ F1 ഇത് പാരന്റ് 2 ആണ്. പാരന്റ് 2 എന്ന് പറയുമ്പോൾ F1 പ്ലാന്റുകളെ തമ്മിൽ ഇവിടെ സെൽഫ് ചെയ്തിരിക്കുകയാണ്. F1ന്റെ ഫീനോടൈപ്പ് എന്തായിരുന്നു? ടോൾ റൗണ്ട് ആയിരുന്നു. നേരത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടതാ. ടോൾ റൗണ്ട് ആകുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പോൾ ഈ ഒരു പാരന്റ് പ്രൊഡ്യൂസ് ചെയ്ത് നോക്കൂ 4 ടൈപ്സ് ഓഫ് ഗ്യാമേറ്റ്സ്. 4 തരം ജീനോടൈപ്പുകളുള്ള ഗ്യാമേറ്റുകളാണ് ഈ ഒറ്റ പാരന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കൂ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. അതുപോലെ ഇതും സെൽഫിങ് ആയതുകൊണ്ട് ഈ പാരന്റിൽ നിന്നും അതേപോലെ 4 തരം ഗ്യാമേറ്റുകൾ ഉണ്ടാകും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, റൗണ്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4x4 ഈ 4x4 ഗ്യാമേറ്റുകളുടെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ മൊത്തം നമുക്ക് 16 കോമ്പിനേഷൻസ് കിട്ടും. 4x4 16 കോമ്പിനേഷൻസ്. ആ 16 കോമ്പിനേഷൻ നമുക്ക് സാധാരണ ക്രോസ് ലൈനുകൾ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് അവിടെയാണ് ഈ ചെക്കർ ബോർഡ് വളരെയധികം പ്രയോജനപ്പെടുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ 16 ബോക്സുകളുള്ള ഒരു വലിയ ചെക്കർ ബോർഡ് ഞാൻ അതുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റിലും അത് കാണാം. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പം ഫില്ല് ചെയ്ത് പഠിക്കാൻ പറ്റും. നോക്കൂ, ഒന്നാമത്തെ കോളം നോക്കൂ, ഇവിടത്തെയും ഗ്യാമേറ്റുകളുടെ കോമ്പിനേഷനാണ് ഒന്നാമത്തെ കോളത്തിൽ. ഇനി ഈ ഒന്നാമത്തെയും ഈ രണ്ടാമത്തെയും ഗ്യാമേറ്റുകളുടെ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ക്യാപിറ്റൽ ടി വരുന്നു. നോക്കൂ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ അവിടെ വരും. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ പറയാം ടോൾ റൗണ്ട് എന്ന് പറയാം. ടോൾ റൗണ്ട്. ഈ അവസാനത്തെ കോളം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടെ സ്മോൾ ടി സ്മോൾ ആർ, ഇവിടെ സ്മോൾ ടി സ്മോൾ ആർ. അപ്പൊ ഇവിടെ വരുന്നത് സ്മോൾ ടി സ്മോൾ ആർ ആയിരിക്കും. ഇവിടെ സ്വാഭാവികമായിട്ടും ഡ്വാർഫ് റിങ്കിൾഡ് സീഡ്സ് ആയിരിക്കും. ഡ്വാർഫ് പ്ലാന്റ് ആയിരിക്കും, റിങ്കിൾഡ് സീഡ്സ് ആയിരിക്കും അവിടെ വരിക. അതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് എല്ലാ കോളവും ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക. ഞാനത് ഫില്ല് ചെയ്ത് വരാം. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. നോക്കൂ, ഈ 16 കോളം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇതിന്റെ ജീനോടൈപ്പുകൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ട്രയാങ്കുലർ രൂപത്തിൽ ഇങ്ങനത്തെ ട്രയാങ്കിൾ രൂപത്തിൽ നിങ്ങൾ എടുത്താൽ ഈ ട്രയാങ്കിളിൽ കാണുന്ന ഇൻഡിവിജ്വലുകളെല്ലാം തന്നെ ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്സ് ആയിരിക്കും. ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്സ് ഈ ട്രയാങ്കിളിൽ കാണാൻ ടോൾ റൗണ്ട് ഇതെല്ലാം ഇതും ടോൾ റൗണ്ട് ഇതെല്ലാം ഈ ട്രയാങ്കിളിൽ കാണുന്നതെല്ലാം ടോൾ റൗണ്ട് ആയിരിക്കും. അത് എത്രയായിരിക്കും നോക്കൂ, 1 2 3 4 5 6 7 8 9 ടോൾ റൗണ്ട് സീഡഡ് ആയിരിക്കും. 9. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ
നോക്കൂ, ടോൾ റിങ്കിൾഡ്, ടോൾ റിങ്കിൾഡ്, ടോൾ റിങ്കിൾഡ്, tall wrinkled. Here also tall wrinkled, tall wrinkled. Sorry. Tall wrinkled ഇവിടെ. അപ്പം 1 2 3 ടോൾ റിങ്കിൾഡ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ 3 ആണ് ആ നമ്പർ. അപ്പം നമ്മൾ എഴുതും ടോൾ റിങ്കിൾഡ് 3 എന്നോട് പറയും. ഇനി അതുപോലെ അടുത്തതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്വാർഫ്, ഡ്വാർഫ് റൗണ്ട്, ഡ്വാർഫ് റൗണ്ട്, ഡ്വാർഫ് സ്മോൾ ടി വന്നു കഴിഞ്ഞാൽ ഡ്വാർഫായി, ഡ്വാർഫ് റിങ്കിൾഡ്, ഡ്വാർഫ് റിങ്കിൾഡ് ആയി. ഇതും ഡ്വാർഫ് റിങ്കിൾഡ് ആയി, ഡ്വാർഫ് റിങ്കിൾഡ്. 1 2 3 ഡ്വാർഫ് റിങ്കിൾഡ് ആയി മാറി. അപ്പോൾ നമുക്ക് അതും നോക്കാം. ഡ്വാർഫ് റിങ്കിൾഡ് അല്ല, ഡ്വാർഫ് ഇവിടെ ക്യാപിറ്റൽ ആർ വന്നിരിക്കുന്നുണ്ട്. ഇത് ഡ്വാർഫ് റൗണ്ട് ആയിരിക്കും. ഇത് മൂന്നെണ്ണം ഡ്വാർഫ് റൗണ്ട് ആയിരിക്കും. അപ്പം നമ്മൾ ഡ്വാർഫ് റിങ്കിൾഡ് അല്ല, ഡ്വാർഫ് റൗണ്ട്, ഡ്വാർഫ് റൗണ്ട് ആയിരിക്കും. ഡ്വാർഫ് റൗണ്ട്, ഡ്വാർഫ് റൗണ്ട്. 3 ഡ്വാർഫ് റൗണ്ട് ആയിരിക്കും. 1 2 3 ഈ മൂന്നെണ്ണം ഡ്വാർഫ് റൗണ്ട് ആയിരിക്കും. അത് നമ്മളിവിടെ പറഞ്ഞു 3 ഡ്വാർഫ് റൗണ്ട് സീഡഡ്. ഇനി ഒന്ന് മാത്രമാണ് ഡ്വാർഫ് റിങ്കിൾഡ്. രണ്ടും റിസസീവ് ക്യാരക്ടർ, ഡബിൾ റിസസീവ് ആയിട്ടുള്ളത് ഒരെണ്ണം മാത്രമേ കാണുള്ളൂ. 1 ഡ്വാർഫ് റിങ്കിൾഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 9 + 1 10, then 3 + 3 6, 16, ടോട്ടൽ 16 ടൈപ്പ് ഇൻഡിവിജ്വൽ വന്നു കഴിഞ്ഞു. ആ 16 ടൈപ്പ് ഇൻഡിവിജ്വൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നത് 9:3:3:1 റേഷ്യോയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഡൈഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം 9:3:3:1. ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ 9 ടോൾ റൗണ്ടഡ് ഈസ് ടു 3 ടോൾ റിങ്കിൾഡ് ഈസ് ടു 3 ഡ്വാർഫ് റൗണ്ട് ഈസ് ടു 1 ഡ്വാർഫ് റിങ്കിൾഡ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാം. അപ്പം ഈ രണ്ട് ക്രോസുകളുടെയും കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു സെഗ്രിഗേഷനാണ് കിട്ടുക. ഇനി അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് കുറേ ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നുണ്ട്. അതിൻ്റെ ആൻസറുകൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വളരെ എളുപ്പം കണ്ടുപിടിക്കാം. നോക്കാം. ഒന്ന്, ക്യാരക്ടേഴ്സ് കൺസിഡേർഡ് ആൻഡ് ദെയർ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്. ക്യാരക്ടേഴ്സ് കൺസിഡേർഡ്, ഇപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസ് ആയതുകൊണ്ട് 2 ക്യാരക്ടറാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹൈറ്റ് ഓഫ് ദ പ്ലാന്റും ഷേപ്പ് ഓഫ് ദ സീഡുമാണ് ക്യാരക്ടേഴ്സ്. ഇനി ദെയർ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ആണെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എന്ന് പറയുന്നത് ടോൾനെസ്സും ഡ്വാർഫ്നെസ്സും ആയിരിക്കും. ഇനി ഷേപ്പ് ഓഫ് സീഡ് ആണെങ്കിൽ റൗണ്ട് സീഡ്സും റിങ്കിൾഡ് സീഡ്സുമാണ് 2 ട്രേറ്റുകൾ. ഇനി ഫിനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് പാരന്റൽ പ്ലാന്റ്സ്. ഫിനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് പാരന്റൽ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഈ ക്രോസിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. ഫിനോടൈപ്പ് എന്താണ്? ടോൾ റൗണ്ട് ഡ്വാർഫ് റിങ്കിൾഡ്, ടോൾ റൗണ്ടും ഡ്വാർഫ് റിങ്കിൾഡും ആണ് ഈ പാരന്റിന്റെ ഫിനോടൈപ്പ്. പാരന്റ് ജീനോടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ടി, സ്മോൾ ആർ സ്മോൾ ആർ. ഇനി അടുത്ത ഇൻഡിക്കേറ്ററിലേക്ക് വരുമ്പോൾ ഡോമിനന്റ് ആൻഡ് റിസസീവ് ട്രൈറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് ജനറേഷൻ. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എടുക്കുക. ഫസ്റ്റ് ജനറേഷൻ F1 ജനറേഷൻ എടുക്കുമ്പോൾ ഇവിടെ ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ ടോൾ എന്ന് പറഞ്ഞ ട്രൈറ്റ് ഡോമിനന്റ് ആണ്. അപ്പോൾ റിസസീവ് ആരായി? ഡ്വാർഫ്നെസ് റിസസീവ് ആയി. ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് റൗണ്ട് സീഡ്സ് ആണ്. അപ്പോൾ റൗണ്ട് സീഡ് ഡോമിനന്റ് ട്രൈറ്റ് ആകുമ്പോൾ റിങ്കിൾഡ് സീഡ് എന്ന് പറയുന്നത് റിസസീവ് ട്രൈറ്റ് ആവും. ആ ചോദ്യത്തിനുള്ള ആൻസറും ആയിക്കഴിഞ്ഞു. ഇനി അടുത്ത് അലീൽസ് ഓഫ് ദ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫസ്റ്റ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഗാമറ്റുകളുടെ അലീലാണ് ഇവിടെ ചോദിച്ചത്. ഗാമറ്റുകളുടെ ജീനോടൈപ്പാണ് ഇവിടെ ചോദ്യം. നോക്കൂ, ഇവിടെ തന്നെ അറിയാം ഫസ്റ്റ് ജനറേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഗാമറ്റുകളുടെ അലീലുകൾ. ഫസ്റ്റ് ജനറേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് F1. Alleles of the gametes produced by the first generation.
ഇപ്പോൾ F1 ജനറേഷനിൽ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാമറ്റുകൾ ഇതാണ്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആറും സ്മോൾ ടി, സ്മോൾ ആറാണ് ഫസ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഗ്യാമറ്റുകളുടെ അലീലുകൾ. ഇനി അടുത്തത് നോക്കുമ്പോൾ ഫിനോടൈപ്പ് ഓഫ് ദ പ്ലാന്റ്സ് ഇൻ ദ സെക്കൻഡ് ജനറേഷനിലെ ഫിനോടൈപ്പ് പറയണമെങ്കിൽ സെക്കൻഡ് ജനറേഷനിലെ ഫിനോടൈപ്പുകൾ ഈ 4 തരം ഫിനോടൈപ്പുകളാണ്. ടോൾ റൗണ്ട്, ടോൾ റിങ്കിൾഡ്, ഡ്വാർഫ് റൗണ്ട്, ഡ്വാർഫ് റിങ്കിൾഡ്, 4 തരം ഫിനോടൈപ്പ് നമുക്ക് സെക്കൻഡ് ജനറേഷനിൽ കാണാം. ഇനി phenotypes observed in the second generation that differed in contrast to parallel plants and their genotypes. നോക്കൂ, അപ്പോൾ ഇവിടെ ഫിനോടൈപ്സ് ഒബ്സർവ്ഡ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ദാറ്റ് ഡിഫേർഡ് ഇൻ കോൺട്രാസ്റ്റ്. നോക്കൂ, സെക്കൻഡ് റൗണ്ടിലെ പാരൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ടോൾ റൗണ്ട് ആയിരുന്നു. ടോൾ റൗണ്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള ടോൾ റൗണ്ടാണ് സെക്കൻഡ് ജനറേഷനിലുള്ള പാരന്റ്. ആ പാരന്റിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് F2 ജനറേഷൻ ആയപ്പോൾ ഡ്വാർഫ് റിങ്കിൾഡ് കാണപ്പെടുന്നു, ടോൾ റിങ്കിൾഡ് കാണപ്പെടുന്നു, ഡ്വാർഫ് റൗണ്ട് കാണപ്പെടുന്നു. ഇനി അതിൻ്റെ എല്ലാം ജീനോടൈപ്പുകൾ, ആ ജീനോടൈപ്പുകൾ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ക്രോസിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ആൻസർ നിങ്ങൾ ക്രോസ് നോക്കിയിട്ട് എഴുതുക. ഇനി ഫിനോടൈപ്പിക് റേഷ്യോ ഓഫ് ദ സെക്കൻഡ് ജനറേഷൻ ഫിനോടൈപ്പിക് റേഷ്യോ നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. 9:3:3:1. 9 ടോൾ റൗണ്ട്, 3 ടോൾ റിങ്കിൾഡ്, 3 ഡ്വാർഫ് റൗണ്ട്, 1 ഡ്വാർഫ് റിങ്കിൾഡ്. 9:3:1 ആയിരിക്കും അവിടുത്തെ ഫിനോടൈപ്പിക് റേഷ്യോ. ഇതിന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മോണോഹൈബ്രിഡ് പഠിച്ചു. ആദ്യം ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഒരു മോണോഹൈബ്രിഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് വെച്ച് അതിലെ റേഷ്യോ 3:1 ആയിരുന്നു. ഇനി അടുത്ത മോണോഹൈബ്രിഡ് ക്രോസ് നമ്മൾ എടുത്തു, അതായത് ഷേപ്പ് ഓഫ് ദ സീഡ് വെച്ചെടുത്തു. അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:1 ആയിരുന്നു. ഇനി ഡൈഹൈബ്രിഡ് എടുക്കുമ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. ഡൈഹൈബ്രിഡിന്റെ ഫിനോടൈപ്പിക് റേഷ്യോ അറിയാൻ ഈ 3:1 പ്രോഡക്റ്റ് എടുത്താൽ മതി. നോക്കൂ, 3 × 3 9, 3 × 1 3, 1 × 3 3, 1 × 1 1, 9:3:3:1 എന്ന് പറയുന്ന റേഷ്യോ ഇവയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഫിനോടൈപ്പിക് റേഷ്യോ ഓഫ് ദ സെക്കൻഡ് ജനറേഷൻ ഇൻ ദ കേസ് ഓഫ് ഡൈഹൈബ്രിഡ് ക്രോസ് ഈസ് 9:3:3:1. അപ്പം നേരത്തെ മെൻഡൽ പറഞ്ഞ പോസ്റ്റുലേറ്റിന് പുറമെ ഒരു പോസ്റ്റുലേറ്റും കൂടി അദ്ദേഹം ഡൈഹൈബ്രിഡ് ക്രോസ് വഴി പറയുകയുണ്ടായി. അതെന്താണെന്ന് നിങ്ങൾ പഠിക്കുക. നോക്കൂ, വെൻ 2 or more different traits are combined, 2 അതിലധികമോ ട്രൈറ്റുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ ഈച്ച് ട്രൈറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഇൻഡിപെൻഡന്റ്ലി ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ വിത്തൗട്ട് മിക്സിങ് ഈച്ച് അതർ. അപ്പോൾ ഇവിടെ 2 ട്രൈറ്റുകൾ, ഇവിടുത്തെ ട്രൈറ്റുകൾ ഏതൊക്കെയായിരുന്നു? ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറുമായിരുന്നു 2 ട്രൈറ്റുകൾ. ഈ രണ്ട് ട്രൈറ്റുകളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വ്യത്യസ്തമായ ട്രൈറ്റുകളോ ഒന്നിച്ചൊരു കോമ്പിനേഷൻ വരുമ്പോൾ ആ ട്രൈറ്റുകൾ തമ്മിൽ മിക്സ് ചെയ്യുന്നില്ല. ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും തമ്മിൽ മിക്സ് ചെയ്യുന്നില്ല, സ്മോൾ ടിയും സ്മോൾ ആറും തമ്മിൽ മിക്സ് ചെയ്യാതെ അവ ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അടുത്ത ഗ്യാമറ്റിലേക്ക് പോകുന്നു. ഇവിടെ പറയാം, നെക്സ്റ്റ് ജനറേഷൻ വിത്തൗട്ട് മിക്സിങ് ഇറ്റ്, അവ സെപ്പറേറ്റ് ആയ അടുത്ത ഗ്യാമറ്റിലേക്ക് പോവുകയും ആ ഗ്യാമറ്റ് ഫ്യൂസ് വീണ്ടും പുതിയ ഇൻഡിവിജ്വൽ ഉണ്ടാകുമ്പോൾ ഈ 2 ട്രൈറ്റിന്റെ അലീലുകളും ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇവയുടെ 4 തരത്തിലുള്ള കോമ്പിനേഷൻ കാണുന്നത്. ഇവിടെ നമുക്ക് 2 തരം പാരന്റ് കാണുമ്പോൾ നമ്മൾ F2 ജനറേഷൻ എടുക്കുമ്പോൾ നമുക്ക് 4 തരം പാരന്റുകളെ കാണാൻ പറ്റും. അങ്ങനെ 4 തരം പാരന്റുകളെ കാണുന്നത് ഇവ ഇൻഡിപെൻഡന്റ് ആയിട്ട് വ്യത്യസ്ത ട്രൈറ്റുകളുടെ അലീലുകൾ തമ്മിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നത്. എ പെയർ ഓഫ് അലീൽസ് ഇൻ ആൻ ഓർഗാനിസം ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ സെപ്പറേഷൻ ഓഫ് അനദർ പെയർ ഓഫ് അലീൽസ്. അപ്പം ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ പെയർ ക്യാപിറ്റൽ ആറിന്റെ സെഗ്രിഗേഷനെ ഒരു തരത്തിലും സ്വാധീനിക്കുന്നില്ല. അതുപോലെ ഇവിടെ സ്മോൾ ടി സ്മോൾ ആറിനെയും സ്വാധീനിക്കുന്നില്ല എന്നൊരു നിഗമനം കൂടെ ഡൈഹൈബ്രിഡ് ക്രോസ് വഴി ഗ്രിഗർ മെൻഡൽ പറഞ്ഞു നിർത്തി. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നോക്കൂ, ക്യാരക്ടേഴ്സ് ദാറ്റ് ആർ നോട്ട് ഫൗണ്ട് ഇൻ ദ പാരന്റ് പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. വൈ? അപ്പോൾ ക്യാരക്ടേഴ്സ് ആർ നോട്ട് ഫൗണ്ട് ഇൻ ദ പാരന്റ് പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. പാരന്റ് പ്ലാന്റിൽ കാണാത്തത് നമുക്കറിയാം. പാരന്റൽ പ്ലാന്റ്സ്, ഒറിജിനൽ പാരന്റ് എന്ന് പറയുമ്പോൾ
ടോൾ റൗണ്ട് ആയിരിക്കും. ടോൾ റൗണ്ട് ഇൻറ്റു ഡ്വാർഫ് റിങ്കിൾഡ് ആണ് ഒറിജിനൽ പാരൻസ് എന്ന് പറഞ്ഞത്. ഇതിൽ കാണാത്ത പുതിയ ക്യാരക്ടേഴ്സും കൂടി, അതായത് ടോൾ, റിങ്കിൾഡ്, ഡ്വാർഫ്, റൗണ്ട്, ഈ പുതിയ ക്യാരക്ടേഴ്സും കൂടെ എവിടെ പ്രത്യക്ഷപ്പെടുന്നു? F2-ൽ പ്രത്യക്ഷപ്പെടുന്നു. അതിനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണമാണ് ഗ്രിഗർ മെന്റലിന്റെ പോസ്റ്റുലേറ്റ്. കാരണം ഓരോ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഓരോ പെയർ അലീലുകളും ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ അടുത്ത ജനറേഷനിൽ സോർട്ട് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ഈ പാരന്റൽ ടൈപ്പുകൾക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് പുതിയ ടൈപ്പുകളും കൂടെ കിട്ടും. ടോൾ, റിങ്കിൾഡും ഡ്വാർഫ് റൗണ്ടും കൂടെ കിട്ടാനുള്ള കാരണം അതാണ്. അപ്പൊ അങ്ങനെ ഈ ടോള് റൗണ്ടുമായിട്ട് മാത്രമല്ല, ടോള് റിങ്കിൾഡുമായിട്ടും കമ്പൈൻ ചെയ്യുന്നു. ഡ്വാർഫ് റിങ്കിൾഡുമായിട്ട് മാത്രമല്ല, ഡ്വാർഫ് റൗണ്ടുമായിട്ട്, അങ്ങനെ അവയ്ക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഫ്രീ ആയിട്ട് അവ അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ക്രോസിന്റെ അവസാനം 4 തരത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഡൈഹൈബ്രിഡ് ക്രോസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഡിഡ്ന്റ് ക്യാരക്ടേഴ്സ് ഓഫൻ എക്സിബിറ്റ് മോർ ദാൻ 2 ട്രൈറ്റ്സ്? അപ്പം ഈ ക്യാരക്ടേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞു, ക്യാരക്ടേഴ്സിന് 2 ട്രൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് ഹൈറ്റ് എടുക്കുമ്പോഴത്തേക്ക് ടോളും ഡ്വാർഫ് എന്ന് പറയുന്ന 2 ട്രൈറ്റുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ചോദ്യം ഇതാണ്, ഏതെങ്കിലും ക്യാരക്ടറിന് ഈ 2-ൽ കൂടുതൽ ട്രൈറ്റുകൾ ഉണ്ടാകാമോ? നോക്കൂ, മെൻഡൽസ് ലോസ് വെയർ ദ ഫൗണ്ടേഷൻ ഓഫ് ജെനറ്റിക്സ്, നമ്മൾ സമ്മതിച്ച കാര്യം. ഹൗവർ ഇറ്റ് കുഡ് നോട്ട് ഫുള്ളി എക്സ്പ്ലെയിൻ ദ ഡൈവേഴ്സിറ്റി ഓഫ് ട്രൈറ്റ്സ് ഒബ്സർവ്ഡ് ഇൻ ഓർഗാനിസംസ്. ഓർഗാനിസത്തിൽ കാണുന്ന ഡൈവേഴ്സിറ്റി ഓഫ് ട്രൈറ്റ്സ് മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ മെൻഡലിസത്തിന് കഴിയുന്നില്ല. Later studies about complex interaction among genes, environment and other factors revealed some of the limitations of Mendel's laws. പിന്നീടുണ്ടായ റിസർച്ചുകൾ, പിന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പിന്നെ ജീനുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ, അങ്ങനെ ഒരുപാട് പഠനങ്ങൾ നടത്തി. ആ പഠനങ്ങളുടെ ഫലമായിട്ട് ഗ്രിഗർ മെന്റൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു. അങ്ങനെ അതിൽ നിന്നും ഉണ്ടായ ഒരു പുതിയ ചിന്താഗതി, പുതിയ കൺസെപ്റ്റാണ് നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസ്. അപ്പോൾ ചില ഇൻഹെറിറ്റൻസ് മെൻഡലിയൻ ലോസ് അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ മെന്റൽ പറഞ്ഞതിന് വിരുദ്ധമാണ് എന്ന് ഉള്ള കാഴ്ചപ്പാടിൽ ഉള്ള കാര്യങ്ങളെയാണ് നമ്മൾ നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്ലാസ്സിന്റെ അവസാനമായിട്ട് നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസിനെ പറ്റി കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 4 തരത്തിലുള്ള ഇൻഹെറിറ്റൻസ്, നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് 4 തരമാണ് പഠിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നിട്ടുണ്ട്. അവയിൽ ആദ്യം റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് പെക്യൂലിയാരിറ്റിയാണ്. ആ ഇൻഹെറിറ്റൻസിന്റെ പെക്യൂലിയാരിറ്റി റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നു. അതിനുള്ള റീസൺ ആണ് ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. ആ ഇൻഹെറിറ്റൻസിന്റെ പേരാണ് ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ 4 തരം ഇൻഹെറിറ്റൻസ് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ നോക്കൂ. ഒന്നാമത്തെ പെക്യൂലിയാരിറ്റി എന്താണ്? If a red flowered 4 o'clock plant is hybridized with a white colored plant, the resulting offspring will have pink flowers. നോക്കൂ, ഇപ്പൊ ഇവിടെ നടക്കുന്ന എക്സാമ്പിൾ 4 o'clock പ്ലാന്റ് ആണ്. 4 o'clock പ്ലാന്റിലെ റെഡ് ഫ്ലവേർഡ് പ്ലാന്റിന്റെ സീഡും, അല്ലെങ്കിൽ റെഡ് ഫ്ലവേർഡ് പ്ലാന്റിലെ ഫ്ലവറിനെയും വൈറ്റ് ഫ്ലവേർഡ് ഫ്ലവറിനെയും തമ്മിൽ ക്രോസ് പോളിനേഷൻ നടത്തുന്നു. അപ്പോൾ റെഡിന്റെ പതിവ് പോലെ നമ്മൾ ജീനോടൈപ്പ് എഴുതി ക്യാപിറ്റൽ ആർ, വൈറ്റിൻ്റെ എഴുതി സ്മോൾ ആർ. ഇനി അടുത്തതാ ഗാമറ്റിൽ ക്യാപിറ്റൽ ആർ, ഇവിടുത്തെ ഗാമറ്റിൽ സ്മോൾ ആർ. അവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്. അപ്പോൾ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് അനുസരിച്ച് ഇത് എന്താവണം? ഇത് റെഡ് ഫ്ലവർ ആവണം. പക്ഷെ അങ്ങനെയല്ല കിട്ടുന്നത്. പിങ്ക് ഫ്ലവേഴ്സ് എന്ന ഒരു പുതിയ ഫിനോടൈപ്പാണ് അവിടെ കിട്ടുന്നത്. പിങ്ക് ഫ്ലവേഴ്സ്. നോക്കൂ, റെഡ് ഫ്ലവറിന്റെ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നു. വൈറ്റ് ഫ്ലവർ 4 o'clock പ്ലാന്റിന്റെ. ഇനി F1-ൽ കിട്ടിയ പിങ്ക് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് പിങ്ക് ഫ്ലവേഴ്സ്? മെന്റലിന്റെ ഇൻഹെറിറ്റൻസ് അനുസരിച്ചാണ് ഇവിടെ റെഡേ വരാൻ പാടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ കാണാം ക്യാപിറ്റൽ ആർ സ്മോൾ ആറിൽ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇവിടെ റെഡ് വരുള്ളൂ. ഇവിടെ കംപ്ലീറ്റ് ഡോമിനൻസ് ഇല്ല. നോക്കൂ, എ ഡോമിനന്റ് അലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദ അലീൽ ഓഫ് ദ റിസസീവ് ട്രൈറ്റ്. റിസസീവ് ട്രൈറ്റിന്റെ അലീലിനെ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്യാൻ ക്യാപിറ്റൽ ആറിന് കഴിയുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഒരു ഇന്റർമീഡിയറ്റ് ഇഫക്റ്റ്. ആ വാക്ക് ഓർമ്മിക്കുക, ഒരു ഇന്റർമീഡിയറ്റ് ഇഫക്റ്റ്. അതായത് വൈറ്റ് ഫ്ലവറുമല്ല റെഡ് ഫ്ലവറുമല്ല, അതിന്റെ ഇടയ്ക്കുള്ള ഒരു കളർ, ദാറ്റ് ഇസ് പിങ്ക് കളർ.
ആ പിങ്ക് ഫ്ലവേഴ്സ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പം 4 o'clock പ്ലാന്റിലെ ഫ്ലവർ കളറിൻ്റെ ഇൻഹെറിറ്റൻസ് ആണ്. അവിടെ കറക്റ്റായിട്ട് ഒരു അലീൽ മറ്റേ അലീലിനെ കറക്റ്റായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇപ്പം നിങ്ങൾക്ക് മാച്ചിങ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നിങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത് 4 o'clock പ്ലാന്റുകളായിട്ട് മാച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിങ്ക് ഫ്ലവേഴ്സുമായിട്ട് മാച്ച് ചെയ്യാം. ക്ലിയർ ആയോ? അടുത്ത രണ്ടാമത്തെ നോൺ മെന്റൽ ഇൻഹെറിറ്റൻസ് വരുമ്പോഴത്തേക്ക് നോക്കൂ, റോവൻ കോട്ട് പാറ്റേൺ ഫൗണ്ട് ഓൺ സം കാറ്റിൽ ആൻഡ് ഹോഴ്സസ്. കാറ്റിലും ഹോഴ്സിലും കാണുന്ന റോവൻ കോട്ട് പാറ്റേൺ ആണ്. എന്താണത്? ഇവിടെ നോക്കൂ, റെഡ് കോട്ട് ഉള്ള ഒരു അനിമലും വൈറ്റ് കോട്ടുള്ള അനിമലും തമ്മിൽ നമ്മൾ വെയിറ്റ് ചെയ്യിക്കുന്നു. റെഡ് കോട്ട് വരാൻ കാരണം എന്താ? ക്യാപിറ്റൽ ആർ. വൈറ്റ് കോട്ട് വരാൻ ക്യാപിറ്റൽ ഡബ്ല്യു. ഒരു കാര്യം ശ്രദ്ധിക്കുക, രണ്ട് ട്രൈറ്റിൻ്റെയും അലീലുകൾ ഡോമിനൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആർ വന്നു, ഇവിടെ ക്യാപിറ്റൽ ഡബ്ല്യു വന്നു. ഇവ രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഡബ്ല്യു. അപ്പോൾ ഇവ ഒന്ന് ഡോമിനൻ്റ് ഒന്ന് റിസസീവ് അല്ല, രണ്ടും ഡോമിനൻ്റ് ആണ്. അപ്പം എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ ആർ അതിൻ്റെ ഇഫക്റ്റ് കാണിക്കുന്നു, റെഡ് കോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ക്യാപിറ്റൽ ഡബ്ല്യു അതിൻ്റെ ഇഫക്റ്റ് കാണിക്കുന്നു, വൈറ്റ് കോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് കോട്ട് കളർ നോക്കൂ, ഈ കൗവിൻ്റെ റെഡും വൈറ്റും തമ്മിൽ കൂടി കലർന്ന ഒരു പാറ്റേൺ ആണ് ഉണ്ടാവുക. ആ പാറ്റേൺ പറഞ്ഞ പേരാണ് റോവൻ കോട്ട് പാറ്റേൺ. അപ്പോൾ ഇവിടെ രണ്ട് ഡോമിനൻ്റ് അലീലുകളും ഒരേപോലെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ബോത്ത് അലീൽസ് എക്സിബിറ്റ് ദിയർ ട്രൈറ്റ്സ് അറ്റ് ദ സെയിം ടൈം. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോഡോമിനൻസ്. ഡോമിനന്റ് ഇഫക്റ്റ് ഓഫ് ടു ഡോമിനന്റ് അലീൽസ് ഇൻ എ കോമ്പിനേഷൻ ഇൻ ആൻ ഓർഗാനിസം. അപ്പം ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ ഡബ്ല്യുവും അവിടെ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് റെഡും വൈറ്റും കൂടി കലർന്ന ഒരു പാറ്റേൺ കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് റോവൻ കോട്ട് പാറ്റേൺ. അതിനുള്ള കാരണം എന്താണ്? കോഡോമിനൻസ്. ഒരു അലീൽ മറ്റേ അലീലിനെ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് രണ്ടാമത്തെ നോൺ മെന്റലി ഇൻഹെറിറ്റൻസ്. ഇനി മൂന്നാമത്തേലേക്ക് നമ്മൾ പോകുമ്പോൾ നോക്കൂ, ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ. നമ്മളിപ്പോൾ സാധാരണ പറഞ്ഞു, ഒരു ക്യാരക്ടറിന് രണ്ട് ട്രൈറ്റുകൾ കാണാം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ ഒരു ട്രൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് അലീലുകൾ കാണാം. ജീൻ്റെ ഓൾട്ടർനേറ്റീവ് ഫോംസ് ആണ് അലീൽസ്. അപ്പോൾ സാധാരണ രണ്ട് ജീനുകൾ, അതിനിപ്പോൾ നമ്മൾ നേരത്തെ പറയാം ടോള് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ക്യാപിറ്റൽ T കാണാം, ഡ്വാർഫിനെ കൺട്രോൾ ചെയ്യുന്ന സ്മോൾ t. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് അലീലുകൾ സാധാരണ കാണും. എന്നാൽ ഈ രണ്ട് അലീലിനേക്കാൾ കൂടുതൽ, രണ്ടിൽ കൂടുതൽ അലീലുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പ്രോസസ്സിന്റെ പേരാണ്, ആ ഇൻഹെറിറ്റൻസ് പേരാണ് മൾട്ടിപ്പിൾ അലീലിസം. വാട്ട് ഈസ് മൾട്ടിപ്പിൾ അലീലിസം? ഇറ്റ് ഈസ് ദ ഒക്കറൻസ് ഓഫ് മോർ ദാൻ 2 അലീൽസ് ഫോർ കൺട്രോളിങ് എ ക്യാരക്ടർ. ഇവിടുത്തെ ക്യാരക്ടർ എന്താണ്? ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ആണ്. ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. എന്താണ് ആ ബ്ലഡ് ഗ്രൂപ്പിന്റെ പേര്? ABO ബ്ലഡ് ഗ്രൂപ്പ്. ഹ്യൂമൻ ബീയിങ്ങിൽ 400ഓളം ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് ABO ബ്ലഡ് ഗ്രൂപ്പ്. ആ ABO ബ്ലഡ് ഗ്രൂപ്പ് മൾട്ടിപ്പിൾ അലീൽസിനും എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഇവിടെ ഈ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന എത്ര അലീലുകളാണുള്ളത്? 3 അലീലുകൾ. 3 അലീൽസ് കൺട്രോൾ ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻസ്. എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ അലീൽസ്. ഏതൊക്കെയാണ് ആ അലീലുകൾ? IA, IB. ഐസോ അഗ്ലൂട്ടിൻ എന്ന് പറയുന്നതിൻ്റെ I ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. I ക്യാപിറ്റൽ A, I ക്യാപിറ്റൽ B. ഈ രണ്ട് അലീലുകൾ ഡോമിനൻ്റ് ആണ്. ഇനി റിസസീവ് അലീലുണ്ട്, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സ്മോൾ I ഉപയോഗിച്ചാണ്. അങ്ങനെ 1, 2, 3 അലീലുകൾ ചേർന്നാണ് ABO ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നത്. The gene that determine blood group in human beings has more than 2 alleles, 3 alleles. 3 alleles IA, IB and small I determine the blood group. നോക്കൂ, ഇവിടെ ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെങ്കിൽ ജീനോടൈപ്പ് എന്താണ്? IA. നമുക്കറിയാം പെയറായിട്ടാണ് ഫാക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പം IA അല്ലെങ്കിൽ IA സ്മോൾ I റിസീവ് ആണ്. കംപ്ലീറ്റ് ഡോമിനൻസ് വഴി IA കാണിക്കുള്ളൂ. അപ്പം ഈ A എന്ന് പറഞ്ഞ IA ജീൻ്റെ ജോലി എന്താണ്? ആൻറ്റിജൻ A ഉണ്ടാക്കും. IB ആണെങ്കിൽ ആൻറ്റിജൻ B ഉണ്ടാക്കും. അപ്പം ഇവിടെ ആൻറ്റിജൻ A മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ബ്ലഡ് ഗ്രൂപ്പിൽ കാണുന്ന ആൻറ്റിബോഡി B ആയിരിക്കും. ഇനി B ഗ്രൂപ്പ് നോക്കൂ, ജീനോടൈപ്പ് IB സ്മോൾ I. ഒന്നുകിൽ രണ്ടും IB, 2 അലീൽ IB ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അലീൽ IB യും ഒരു
ക്യാപിറ്റൽ സ്മോൾ എ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻറ്റിജൻ ബി മാത്രമല്ല, ആൻറ്റിജൻ ബി ഉള്ള ബ്ലഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ബി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കൂ, എ ബി ബ്ലഡ് ഗ്രൂപ്പാണ്. ഒറ്റ ജീനോടൈപ്പേ ഉള്ളൂ, IAIB. അപ്പം ഈ എ ബി ബ്ലഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകത, ദെയർ വി ക്യാൻ സി ബോത്ത് ആൻറ്റിജൻസ് എ ആൻഡ് ബി, നോ ആന്റിബോഡി വിൽ ബി ദെയർ. അപ്പം ക്യാപിറ്റൽ അല്ലെ IAIB വന്നു കഴിഞ്ഞാൽ, ആ ജീനോടൈപ്പ് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് AB ആയി, 2 ആന്റിജൻ അവിടെ കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ നോക്കൂ, IA ഡോമിനന്റ് അലീലാണ്, IB ഡോമിനന്റ്. അപ്പൊ 2 ഡോമിനന്റ് അലീലുകൾ ഒരുമിച്ചൊരു കോമ്പിനേഷൻ വന്നാൽ രണ്ടും അവയുടെ ഇഫക്റ്റ് കാണിക്കുന്നു. അതുകൊണ്ട് ഈ AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോ ഡോമിനൻസിനും എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കോ ഡോമിനൻസ് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. കോഡോമിനൻസിന് റോവൻ കോട്ട് കളർ നമ്മൾ പഠിച്ചു. അതേപോലെ AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോഡോമിനൻസിന്റെ എക്സാമ്പിൾ എന്ന് പറയാം. ഇനി നാലാമത്തെ ബ്ലഡ് ഗ്രൂപ്പ് O ആണ്. O ബ്ലഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകത, നോ ആന്റിജൻസ്. ആന്റിജൻസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടില്ല, ആന്റിജനെ കാണുകയില്ല. അവിടെ ആന്റിബോഡി Aയും Bയും കാണും. അപ്പൊ അവിടെ ആന്റിജൻസ് ഒന്നും ഉണ്ടാവാത്തതിന് കാരണം എന്താ? അവിടെ റിസസീവ് അലീലുള്ള സ്മോൾ ഐ ആണ്. നോ ആന്റിജൻ ആ ബ്ലഡ് ഗ്രൂപ്പിൽ നമ്മൾ O എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ABO ബ്ലഡ് ഗ്രൂപ്പ് ഒരു മൾട്ടിപ്പിൾ അലീലിക് ഇന്ററാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇവിടെ 3 അലീലുകളാണുള്ളത്, IAIB സ്മോൾ ഐ. പക്ഷെ എത്ര ജീനോടൈപ്പുകൾ ഉണ്ടെന്ന് നോക്കൂ. 3 അലീലാണെങ്കിൽ എത്ര ജീനോടൈപ്പാണ്? 1, 2, 3, 4, 5, 6 ജീനോടൈപ്പ്. 6 ജീനോടൈപ്സ് ആണ്. ഇൻഡിവിജ്വലിന് 6 ജീനോടൈപ്സ് കാണാം. 1, 2, 3, 4, 5, 6, 6. 3 അലീലുകൾ 6 ജീനോടൈപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അവസാനത്തെ നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്, ഡിഫറൻസ് ഇൻ സ്കിൻ കളർ ഇൻ ഹ്യൂമൻ ബീയിങ്ങിലെ സ്കിൻ കളറിന്റെ ഡിഫറൻസ് ആണ്. ഈ ഹ്യൂമൻ ബീയിങ്ങിൽ എന്തുകൊണ്ടാണ് സ്കിൻ കളർ ഉണ്ടാകുന്നത്? സ്കിൻ കളറിന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, ഒരു പിഗ്മെന്റിന്റെ കാര്യം നമുക്കറിയാം, മെലാനിൻ പിഗ്മെന്റ്. മെലാനിൻ പിഗ്മെന്റിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്, മെലാനിൻ പിഗ്മെന്റ് ഒരു വ്യക്തിയിൽ കൂടുതലാണെങ്കിൽ സ്കിൻ കളർ ബ്ലാക്ക് ആയി മാറും. ഇനി മെലാനിൻ പിഗ്മെന്റ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് അയാൾ വൈറ്റ് ആയി മാറിക്കൊണ്ടിരിക്കും. ഇനി നോക്കൂ, സ്കിൻ കളർ ഇൻ ഹ്യൂമൻ ബീയിങ് 3 ജീനാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, 3 ജീൻസ്. അപ്പം ഇവിടെ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന 3 ജീനുകളാണ്. അപ്പം 3 ജീൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എ എന്ന് കാണും. കാരണം ഓരോ ഫാക്ടറും പെയറായിട്ട് കാണും. അതാണ് ഈ 3 ജീനുകൾ എന്ന് പറയാൻ കാരണം, ABC എന്ന ഡിഫറെന്റ് ജീനുകളാണ്. സാധാരണ നമുക്ക് ഒരു ജീനാണ് ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യുക. ആ ജീനിന് പലതരത്തിലുള്ള ആൾട്ടർനേറ്റീവ് ഫോംസ് കാണാം, അലീലുകളാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പല ക്രോമസോമുകളുടെ പല സ്ഥലത്തിരിക്കുന്ന 3 വ്യത്യസ്ത ജീനുകൾ ഒരു ക്യാരക്ടറെ കൺട്രോൾ ചെയ്യുന്നു. അതാണ് നമ്മൾ പോളിജീനിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ എടുക്കുന്നത്. 1 ക്യാരക്ടർ ഇസ് കൺട്രോൾഡ് ബൈ മോർ ദാൻ 1 ജീൻസ്. അലീൽ എന്നുള്ള വാക്കല്ല ഇവിടെ പറയുന്നത്, ജീനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം 3 ജീനുകൾ Aയും Bയും Cയും. ഞാൻ എഴുതുമ്പോൾ ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C എന്ന് എഴുതും. ഇതിന് 2 അലീലുകൾ, ഇത് വേറെ അലീൽ, ഇത് വേറെ അലീൽ, ഇത് വേറെ അലീൽ, പലതരം അലീലുകളാണ്. ഇപ്പൊ 3 നമ്മൾ 3 ജീനായിട്ട് പറയും. അപ്പം 6 പെയേഴ്സ് ഓഫ് അലീൽസ്, 3 ജീൻസ് എന്ന് പറഞ്ഞു. 3 ജീൻസിനെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ 6 പെയേഴ്സ് ഓഫ് അലീൽസ്. അപ്പൊ 6 പെയർ അലീലുകൾ അല്ലെങ്കിൽ 3 ജീനുകളാണ് ഹ്യൂമൻ ബീയിങ്ങിൽ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്കത് വേണമെങ്കിൽ ABC എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C എല്ലാം ഡോമിനന്റ് ആണെങ്കിൽ, 6 അലീലും ഡോമിനന്റ് ആണെങ്കിൽ വെരി ഡാർക്ക് ആയിരിക്കും. കാരണം ഓരോ ഡോമിനന്റ് അലീലും എന്ത് ചെയ്യുന്നു? മെലാനിൻ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ പിഗ്മെന്റ് എന്ന് പറയുന്നത് മോർ ആയിരിക്കും. ഡോമിനന്റ് അലീൽ കൂടുന്നതനുസരിച്ച് പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ നോക്കൂ, കൺട്രോൾ ചെയ്യുന്ന മുഴുവൻ ജീനുകളും ഡോമിനന്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ വെരി ഡാർക്ക് ആയിരിക്കും. നീഗ്രോസിലൊക്കെ കാണുന്നത് ഈ ജീനോടൈപ്പ് ആയിരിക്കും, വെരി ഡാർക്ക്. ഇനി എല്ലാം റിസസീവ് ആണ്. സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി, ഇങ്ങനെ എല്ലാം റിസസീവ് ആണെങ്കിൽ നോ മെലാനിൻ പ്രൊഡക്ഷൻ, മെലാനിൻ പിഗ്മെന്റ് ഉണ്ടാകുന്നേ ഇല്ല. കാരണം അത് ഉണ്ടാക്കാനുള്ള ജീനുകളെല്ലാം റിസസീവ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ മെലാനിൻ പിഗ്മെന്റ് ഇല്ലാതെ വെരി ലൈറ്റ് ആയിരിക്കും, നല്ല വെളുത്ത ആൾക്കാരായിരിക്കും അങ്ങനെയുള്ളവർ. ചില ഫോറിനേഴ്സ് ഒക്കെ അങ്ങനെ കാണാൻ കാരണം അവരുടെ ജീനോടൈപ്പ് ഇങ്ങനെയല്ല, റിസീവ് ആയിരിക്കും. ഇനി നോക്കൂ, ഇവിടെ ക്യാപിറ്റൽ A സ്മോൾ എ, ക്യാപിറ്റൽ B സ്മോൾ ബി, ക്യാപിറ്റൽ C സ്മോൾ സി അങ്ങനെ കൊടുത്തു. അപ്പോൾ അതായത് മിക്സ് ചെയ്ത് 3 ഡോമിനന്റും 3 റിസസീവും. അപ്പോൾ 3 ഡോമിനന്റ് ആകുമ്പോൾ അതിനനുസരിച്ച് പകുതി ഡോമിനന്റ് ആണ്, പകുതി റിസീവ് ആണ്. അപ്പം ഒരു ഇന്റർമീഡിയറ്റ് സ്കിൻ കളർ ആയിരിക്കും അവിടെ ഉണ്ടാവുക.
അപ്പം നമ്മൾ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോമിനൻ്റ് അലീലുകളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് മെലാനിൻ പിഗ്മെന്റ് പ്രൊഡക്ഷൻ കുറയും, അല്ലെങ്കിൽ ഡോമിനൻ്റ് അലീലുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് മെലാനിൻ പിഗ്മെന്റ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ കളർ കൂടുതൽ ബ്ലാക്ക് ആയി വരും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, സ്കിൻ കളറിംഗ് മാൻ. മോർ ദാൻ വൺ ജീൻ കൺട്രോൾസ് ദ കളർ ഓഫ് ദ സ്കിൻ. The action of these genes cause variation in the production of melanin that cause a difference in skin color. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്നാണ്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മെലാനിൻ ഇസ് ദ പ്രൈമറി പിഗ്മെന്റ് ദാറ്റ് ഗിവ്സ് കളർ ടു സ്കിൻ. ഹ്യൂമൻ ബീങ്ങിന് സ്കിന്നിന് കളർ കൊടുക്കും മെലാനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. എമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് മെലാനിൻ ഡിറ്റർമിൻ ദ കളർ ഓഫ് ദ സ്കിൻ. എത്ര എമൗണ്ട് ഉണ്ട്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അതാണ് സ്കിൻ കളർ എന്ന് വെച്ചിരിക്കുന്നത്. ദ ജിയോഗ്രഫിക്കൽ റീജിയൻ ഫ്രം വെയർ ആൻ ഇൻഡിവിജ്വൽ ആൻസിസ്റ്റർ എമർജ് ആസ് ദ മേജർ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് സ്കിൻ കളർ. അപ്പോൾ ഏത് ജിയോളജിക്കൽ ഏരിയയിലുള്ള ഹ്യൂമൻ ബീങ് അതിനനുസരിച്ചാണ് അയാളുടെ സ്കിൻ കളറിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. ആസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് സൺലൈറ്റ് വേരീസ് ഇൻ ഡിഫറെൻറ്റ് ജിയോഗ്രാഫിക്കൽ റീജിയൻസ്. അപ്പോൾ ഡിഫറെൻറ്റ് ജിയോഗ്രാഫിക്കൽ ഏരിയസിലുള്ള സൺലൈറ്റിൻ്റെ എമൗണ്ട് വ്യത്യാസപ്പെടും. ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ഇക്വേറ്റർ റീജിയനിലുള്ള സൺലൈറ്റ് ആയിരിക്കില്ല പോളാർ റീജിയനിലേക്ക് വരിക. അപ്പം സൺലൈറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ചും ജനറ്റിക് വേരിയേഷൻസ് അനുസരിച്ചും സ്കിൻ കളറ് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് സച്ച് ആസ് സൺലൈറ്റ്, ഡയറ്റ് ആൻഡ് വൈറ്റമിൻ ഡി. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഫാക്ടറായ സൺലൈറ്റ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ഡയറ്റ്, അതുപോലെ വൈറ്റമിൻ ഡിയുടെ പ്രസൻസ്, ഇതെല്ലാം സ്കിൻ കളർ ഇൻഫ്ലുവൻസ് ചെയ്യും. ഹ്യൂമൻ റേസ് ഇസ് ജനറ്റിക്കലി ഡൈവേഴ്സ്. ഹ്യൂമൻ ബീങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സിൽ പലതരം വെറൈറ്റി ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ധാരാളം കാണാം. വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഹ്യൂമൻ ബീങ്ങിൽ കാണാം. അതിൽ സ്കിൻ കളർ എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമാണ് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ക്ലാസ് നമ്മൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.